നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു പരിവർത്തന കാലഘട്ടത്തെക്കുറിച്ചാണ്, ദ നിയോലിഥിക് ഏജ്. ഇതൊരു സാധാരണ കാലഘട്ടമായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ ഭൂമിയുമായുള്ള തന്റെ ബന്ധത്തെ തന്നെ അടിസ്ഥാനപരമായി മാറ്റിമറിച്ച ഒരു വിപ്ലവമായിരുന്നു. ഈയൊരു കാലഘട്ടത്തെ വെറുമൊരു മാറ്റമായിട്ടല്ല, മറിച്ച് ഒരു വിപ്ലവമായിട്ടാണ് കണക്കാക്കുന്നത്. ദ നിയോലിഥിക് റവല്യൂഷൻ എന്ന ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ വി ഗോർഡൻ ചൈൽഡാണ്. കാരണം ഈ കാലഘട്ടത്തിലുണ്ടായ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ അത്രയേറെ ആഴത്തിലുള്ളതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതുമായിരുന്നു. അപ്പോൾ ഈ വിഷയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മുടെ ഈ ഒരു ചർച്ചയെ 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യമായി എന്താണ് ദ നിയോലിഥിക് റവല്യൂഷൻ എന്ന് നോക്കാം. പിന്നെ ഈ പുതിയ യുഗത്തിന് കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കും. അതിനുശേഷം ഒരു നിയോലിഥിക് ഗ്രാമത്തിലെ ജീവിതം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കാണാം. ഇതിൻ്റെയൊക്കെ പുരാവസ്തുപരമായ തെളിവുകൾ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നും ചർച്ച ചെയ്യും. അവസാനം ഈ ആദ്യകാല കർഷകർ പിൽക്കാല നാഗരികതകളെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നും നമ്മൾ വിലയിരുത്തും. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം, ദ നിയോലിഥിക് റവല്യൂഷൻ. ഇതിന്റെ ഏറ്റവും കാതലായ ആശയമെന്ന് പറയുന്നത് മനുഷ്യന്റെ സാമ്പത്തിക ക്രമത്തിൽ വന്ന ഒരു അടിസ്ഥാനപരമായ മാറ്റമാണ്. അവൻ ഒരു ഫുഡ് ഗ്യാദറർ എന്ന നിലയിൽ നിന്ന് ഒരു ഫുഡ് പ്രൊഡ്യൂസറായി മാറി. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്താണ് ഈ വിപ്ലവം? മനുഷ്യൻ അതുവരെ വേട്ടയാടിയും കിഴങ്ങുകളും പഴങ്ങളുമൊക്കെ ശേഖരിച്ചും ഒരു നാടോടിയെപ്പോലെ ജീവിക്കുകയായിരുന്നു. ഈ നൊമാഡിക് ജീവിത രീതിയിൽ നിന്ന് കൃഷി, അതായത് അഗ്രികൾച്ചർ, അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്തൽ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ, ഇവയൊക്കെ അടിസ്ഥാനമാക്കി ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് മാറി. ഇതാണ് ആ നിർണായകമായ മാറ്റം. ചുരുക്കി പറഞ്ഞാൽ, പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള ഒരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു അത്. ഈ ഒരു താരതമ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദി ഓൾഡ് സ്റ്റോൺ ഏജിലെ മനുഷ്യൻ ഒരു ഫുഡ് ഗ്യാദറർ, അതായത് ഭക്ഷണം തേടി നടക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതം നൊമാഡിക് ആയിരുന്നു. എന്നാൽ ദി നിയോലിഥിക് ഏജിലേക്ക് വന്നപ്പോഴോ അവനൊരു ഫുഡ് പ്രൊഡ്യൂസർ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ആളായി മാറി. സ്വാഭാവികമായും ഇതവനെ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ, അതായത് ഒരു സെറ്റിൽഡ് ലൈഫ് നയിക്കാൻ സഹായിച്ചു. അതുപോലെ പ്രകൃതിയെ ആശ്രയിക്കുന്നതിനും പകരം പ്രകൃതിയെ തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കാനും പഠിച്ചു. ആയുധങ്ങളുടെ കാര്യത്തിലും വലിയ മാറ്റം വന്നു. സാധാരണ കല്ലുപകരണങ്ങളിൽ നിന്ന് മിനുക്കിയതും കൂടുതൽ കാര്യക്ഷമവുമായ പോളിഷ്ഡ് ആൻഡ് മോർ എഫിഷ്യന്റ് ടൂൾസിലേക്ക് അവന്റെ സാങ്കേതിക വിദ്യ വളർന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, എന്തൊക്കെയായിരുന്നു ഈ വിപ്ലവകരമായ മാറ്റത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ? ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആ കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പുതിയ യുഗത്തിന്റെ നെടുംതൂണുകൾ എന്ന് തന്നെ ഇവയെ വിശേഷിപ്പിക്കാം. 4 പ്രധാനപ്പെട്ട തൂണുകളാണ് ഈ കാലഘട്ടത്തിന് അടിത്തറ പാകിയത് എന്ന് പറയാം. ഒന്നാമത്തേത് കൃഷിയുടെ ഉദയം, ദ ഡോൺ ഓഫ് അഗ്രികൾച്ചർ. രണ്ടാമത്തേത് മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നത്, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ. മൂന്നാമതായി മിനുസപ്പെടുത്തിയ പുതിയ തരം ആയുധങ്ങൾ, എ പോളിഷ്ഡ് ടൂൾ കിറ്റ്. പിന്നെ 4ാമതായിട്ട് മൺപാത്ര നിർമ്മാണം, ദി ഇൻവെൻഷൻ ഓഫ് പോട്ടറി. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തേത് അഗ്രികൾച്ചറിന്റെ തുടക്കം. വീറ്റ്, ബാർലി പോലുള്ള വിളകളാണ് അവർ ആദ്യം കൃഷി ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് കാലക്രമേണ റാഗി, ഹോഴ്സ് ഗ്രാം, പിന്നെ റൈസ് എന്നിവയും കൃഷി ചെയ്തു തുടങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ, അതായത് സെഡൻഡറി ലൈഫിലേക്ക് മനുഷ്യനെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൃഷിയായിരുന്നു. കാരണം വളരെ ലളിതമാണ്. വിത്ത് വിതയ്ക്കാനും അത് വളർന്ന് വിളവെടുക്കാനും ഒരേ സ്ഥലത്തു തന്നെ ദീർഘകാലം താമസിക്കേണ്ടത് ഒരു ആവശ്യമായി മാറി. രണ്ടാമത്തെ നെടുന്തൂൺ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ. കാറ്റൽ, ഗോഡ്സ്, ഷീപ്പ് പോലുള്ള മൃഗങ്ങളെ അവർ ഇണക്കി വളർത്താൻ തുടങ്ങി. എന്തിനായിരുന്നു ഇത്? ഭക്ഷണത്തിനു വേണ്ടി മാത്രമല്ല, നിലം ഉഴുന്നതുപോലുള്ള കാർഷിക ജോലികൾക്കും പിന്നെ സാധനങ്ങൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും, അതായത് ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയായിരുന്നു. ഇതുകൊണ്ട് 2 ഗുണങ്ങളുണ്ടായി. ഒന്ന്, സ്ഥിരമായൊരു ഭക്ഷ്യസ്രോതസ് ഉറപ്പാക്കാൻ കഴിഞ്ഞു. 2, കൃഷിയുടെ കാര്യക്ഷമതയും വർദ്ധിച്ചു. മൂന്നാമത്തെ ഘടകം അവരുടെ ടൂൾ ടെക്നോളജിയിലുണ്ടായ ഒരു വലിയ മുന്നേറ്റമാണ്. മുൻപത്തെ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കാലഘട്ടത്തിൽ കല്ലുകൾ നന്നായി മിനുക്കി പോളിഷ് ചെയ്ത് കൂടുതൽ മൂർച്ചയുള്ളതും ഫലപ്രദവുമായ ആയുധങ്ങൾ അവർ നിർമ്മിച്ചു. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സെൽറ്റ് എന്ന് പറയുന്ന പോളിഷ്ഡ് സ്റ്റോൺ ആക്സ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷിക്കായി ഭൂമിയൊരുക്കാൻ ഇങ്ങനെയുള്ള ആയുധങ്ങൾ എത്രമാത്രം സഹായകമായിരുന്നിരിക്കും. 4ാമത്തെ പ്രധാന കണ്ടുപിടുത്തം പോട്ടറി, അതായത് മൺപാത്ര നിർമ്മാണമാണ്. കൃഷി തുടങ്ങിയപ്പോൾ ഒരു പുതിയ പ്രശ്നം വന്നു. വിളവെടുക്കുന്ന ധാന്യങ്ങൾ, ഈ സർപ്ലസ് ഗ്രെയിൻസ് എവിടെ സംഭരിക്കും?
ഈ ഒരു ആവശ്യകതയാണ് മൺപാത്ര നിർമ്മാണം എന്ന പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് അവരെ നയിച്ചത്. തുടക്കത്തിൽ കൈകൊണ്ടാണ് പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് പോട്ടേഴ്സ് വീൽ കണ്ടുപിടിച്ചതോടെ കൂടുതൽ മികച്ച രീതിയിൽ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പോട്ടറി വളരെ പ്രധാനപ്പെട്ടൊരു തെളിവാണ്. ഒരു സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ ഇതൊരുപാട് സഹായിക്കും. ശരി, അപ്പോൾ ഈ സാമ്പത്തികവും സാങ്കേതികവുമായ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഇവയെല്ലാം മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിയതെന്ന് നോക്കാം. ഒരു നിയോളിത്തിക് ഗ്രാമത്തിലെ ജീവിതം, അവിടുത്തെ സമൂഹം, വീടുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ തുടങ്ങിയതോടെ അവർ വീടുകൾ നിർമ്മിച്ചു, പ്രധാനമായും ചെളിയും മുളയും ഉപയോഗിച്ച്. ഇവയ്ക്ക് സാധാരണയായി വൃത്താകൃതിയോ അല്ലെങ്കിൽ ചതുരാകൃതിയോ ആയിരുന്നു. ഇങ്ങനെ വീടുകൾ അടുത്തടുത്ത് വന്നതോടെ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു. ഇത് ഒരുമിച്ചുള്ള ഒരു സാമൂഹിക ജീവിതത്തിന്, അതായത് കമ്മ്യൂണിറ്റി ലിവിങ്ങിന് തുടക്കം കുറിച്ചു. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ച് ഈ ജീവിതരീതിയിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. വളരെ രസകരമായൊരു ഉദാഹരണമാണ് കാശ്മീരിലെ ബുർസഹോം. അവിടെ അതികഠിനമായ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ താമസിച്ചിരുന്നത് ഭൂമിക്കടിയിൽ കുഴിച്ചുണ്ടാക്കിയ വീടുകളിലാണ്. ഇതിനെയാണ് നമ്മൾ പിറ്റ് ഡ്വെല്ലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ ഇതിനൊക്കെ എവിടെയാണ് തെളിവ്? പുരാവസ്തു ഗവേഷകർക്ക് എവിടെ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്? നമുക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ പ്രധാനപ്പെട്ട ചില നിയോലിത്തിക് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ പട്ടികയിലേക്കൊന്ന് നോക്കൂ. ഇന്നത്തെ പാകിസ്ഥാനിലെ ബലോചിസ്ഥാനിലുള്ള മെഹർഗഡ് മുതൽ അങ്ങ് വടക്ക് കിഴക്ക് ഡൌജലി ഹാർഡിംഗ് വരെ ഈ സംസ്കാരത്തിന്റെ തെളിവുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പലയിടത്തായി വ്യാപിച്ചു കിടക്കുന്നത് കാണാം. ഓരോ സൈറ്റിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ പല ഭാഗങ്ങളിലും അതാത് പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്തങ്ങളായ നിയോലിത്തിക് സംസ്കാരങ്ങൾ ഒരേ കാലത്ത് നിലനിന്നിരുന്നു. നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സൈറ്റുകളൊന്ന് വിശദമായി പരിചയപ്പെടാം. ഇവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു സ്ഥലമാണ് മെഹർഗഡ്. ഇന്നത്തെ പാകിസ്ഥാനിലെ ബലോചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഈ സ്ഥലം. എന്തുകൊണ്ടാണിത് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം ഏകദേശം 7000 BC-യിൽ, അതായത് 9000 വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്ന ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും പഴക്കം ചെന്ന നിയോലിതിക് ഗ്രാമമായിട്ടാണ് മെഹർഗഡിനെ കണക്കാക്കുന്നത്. വീറ്റ്, ബാർലി എന്നിവയുടെ കൃഷിയുടെ ഏറ്റവും ആദ്യത്തെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇനി നമ്മൾ കശ്മീരിലേക്ക് വന്നാൽ ബുർസഹോം, ഗുഫ്ക്രാൽ എന്നീ 2 സ്ഥലങ്ങൾ വളരെ സവിശേഷമായ ചില കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പിറ്റ് ഡ്വെല്ലിങ്സ്, അതായത് കുഴിവീടുകൾ, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് ആയുധങ്ങൾ, ബോൺ ടൂൾസ്, ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഏറ്റവും കൗതുകകരമായ ഒരു കണ്ടെത്തൽ മരിച്ച യജമാനന്റെ കൂടെ അദ്ദേഹത്തിന്റെ വളർത്തുനായയെയും അടക്കം ചെയ്തിരുന്ന രീതിയാണ്. ഇതൊരുതരം റിച്വൽ ബറിയലായിരിക്കാം എന്ന് കരുതപ്പെടുന്നു. ഗംഗാ സമതലങ്ങളിലേക്ക് വരികയാണെങ്കിൽ ബീഹാറിലെ ചിരാൻഡും ഉത്തർപ്രദേശിലെ കോൾഡിഹവായുമാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ചിരാൻഡിന്റെ പ്രത്യേകത അവിടെ നിന്ന് ലഭിച്ച മൃഗങ്ങളുടെ കൊമ്പുകളും എല്ലുകളും കൊണ്ടുള്ള വളരെ മികച്ച ആയുധങ്ങളാണ്, ആൻഡിലർ ടൂൾസ്. എന്നാൽ കോൾഡിഹവയുടെ പ്രാധാന്യം മറ്റൊന്നാണ്. ലോകത്തിൽ തന്നെ നെൽകൃഷിയുടെ, റൈസ് കൾട്ടിവേഷന്റെ ഏറ്റവും പുരാതനമായ തെളിവുകളിലൊന്ന് ലഭിക്കുന്നത് കോൾഡിഹവയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ആദ്യകാല കർഷകർ നമുക്കായി എന്ത് പാരമ്പര്യമാണ് അവശേഷിപ്പിച്ചത്? ഭാവിയിൽ വരാനിരുന്ന മഹത്തായ നാഗരികതകൾക്ക് അവരെങ്ങനെയാണ് അടിത്തറയിട്ടത്? ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിക്കൂ. ഭക്ഷണം തേടി അലഞ്ഞു നടന്നത് മെസോലിത്തിക് ഏജ്, പിന്നെ ആദ്യത്തെ നഗരങ്ങൾ ഉയർന്നു വന്നത് ചാൽക്കോലിത്തിക് അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇതിന് രണ്ടിനും ഇടയിലുള്ളൊരു നിർണായകമായ പാലമാണ് ദ നിയോലിത്തിക് ഏജ്. ഏകദേശം 7000 BC മുതൽ 10000 BC വരെ നീണ്ടുനിന്ന ഈ കാലഘട്ടം ഇല്ലായിരുന്നെങ്കിൽ പിന്നീട് വന്ന ഹാരപ്പൻ സിവിലൈസേഷൻ പോലുള്ള വലിയ അർബൻ സിവിലൈസേഷൻസ് ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. അതിലേക്കുള്ള വഴിയൊരുക്കിയത് ഈ കാലഘട്ടമാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർക്കാം. 1. ഈ കാലഘട്ടത്തിൽ ധാന്യങ്ങൾ പൊടിക്കാനായിട്ട് മോട്ടേഴ്സ് ആൻഡ് പെസ്റ്റൽസ്, അതായത് അരകല്ലും കുഴവിയും പോലെയുള്ള ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. 2. സമൂഹത്തിൽ ആദ്യമായി ഒരു തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ, ആരംഭിക്കുന്നത് ഈ കാലത്താണ്. 3. ഇവരുടെ സാങ്കേതികവിദ്യ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളിൽ ഒതുങ്ങിയിരുന്നതുകൊണ്ട് ഇവരുടെ വാസസ്ഥലങ്ങൾ പ്രധാനമായും കുന്നിൻ പ്രദേശങ്ങളിലും നദീതടങ്ങളിലുമായിരുന്നു. 4ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പോയിന്റ് ഇതാണ്. കൃഷിയിലൂടെ സ്ഥിരമായ ഒരു ഫുഡ് സപ്ലൈ ഉറപ്പായതും ജനസംഖ്യ വർദ്ധിച്ചതും ഹരാപ്പൻ സിവിലൈസേഷൻ പോലുള്ള വലിയ നഗരകേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അടിത്തറ പാകി. ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് ദ നിയോലിത്തിക് ഏജിലെ ഫുഡ് പ്രൊഡ്യൂസിംഗ് ഇക്കണോമിയാണ്. അപ്പോൾ നമ്മളിന്ന് കണ്ടതുപോലെ കല്ലുകൊണ്ടുള്ള ആയുധങ്ങളും ചെറിയ ഗ്രാമങ്ങളും ഉപയോഗിച്ച് നിയോലിത്തിക് മനുഷ്യൻ ഒരു പുതിയ ലോകം തന്നെ കെട്ടിപ്പടുത്തു. എന്നാൽ നമ്മുടെ ചിന്തയെ ഉണർത്തുന്ന ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം.
ഇത്രയും ലളിതമായൊരു ജീവിതരീതിയിൽ നിന്നും പരിമിതമായ സാങ്കേതിക വിദ്യയിൽ നിന്നും ലോകത്തിലെ തന്നെ ആദ്യത്തെ മഹത്തായ നഗരസംസ്കാരങ്ങളിലൊന്നായ എ ഗ്രേറ്റ് ഏർബൻ സിവിലൈസേഷനിലേക്ക് മനുഷ്യൻ എങ്ങനെയാണ് എത്തിയത്? ആ ഒരു വലിയ മാറ്റത്തിന് പിന്നിലെ സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും കൂടുതൽ ചിന്തിക്കണം, കൂടുതൽ പഠിക്കണം. നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്, നിയോലിത്തിക് റവല്യൂഷൻ. ഈ ഒരു കാലഘട്ടത്തിൽ നടന്ന മൃഗങ്ങളെ ഇണക്കി വളർത്തുക എന്ന പ്രക്രിയ, അതായത് ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ, മനുഷ്യന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തെ മൊത്തത്തിലെങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. അപ്പോൾ ഈയൊരു ചർച്ചയുടെ എല്ലാം കാതൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ, മൃഗങ്ങളുമായി ചങ്ങാത്തം കൂടിയത് എങ്ങനെയാണ് മനുഷ്യനെ വലിയ വലിയ സിവിലൈസേഷനുകൾ, അതായത് സംസ്കാരങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിച്ചത്? ഈയൊരു യാത്രയുടെ ഓരോ പടിയും നമുക്ക് ശുദ്ധ്യമായി നോക്കാം. അതിന് ആദ്യം തന്നെ നമുക്ക് നിയോലിത്തിക് ഏജ് എന്താണെന്ന് മനസ്സിലാക്കണം. വളരെ ലളിതമായി പറഞ്ഞാൽ, മനുഷ്യൻ അതുവരെ ഭക്ഷണം തേടി നടന്നിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന്, അതായത് ഒരു ഫുഡ് ഗ്യാദറർ എന്നതിൽ നിന്ന് ഭക്ഷണം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഫുഡ് പ്രൊഡ്യൂസറായി മാറിയൊരു കാലഘട്ടമാണിത്. ഈയൊരു വലിയ മാറ്റത്തിന് പിന്നിൽ പ്രധാനമായും 2 തൂണുകളാണുണ്ടായിരുന്നത്. ഒന്ന് കൃഷി അഥവാ അഗ്രികൾച്ചർ, പിന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ. ശരി, അപ്പോൾ നമുക്കിനി ഈ ഡൊമസ്റ്റിക്കേഷൻ പ്രക്രിയയിലേക്ക് തന്നെ വരാം. ഇത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ച ഒന്നല്ല, ഒരു യാദൃശ്ചികതയായിരുന്നില്ല. മറിച്ച് മനുഷ്യൻ വളരെ ബോധപൂർവം തലമുറകളെടുത്ത് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു ഇത്, ഒരു കോൺഷ്യസ് സെലക്ഷൻ പ്രോസസ്സ്. ഈ ഒരു പ്രക്രിയയ്ക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ, അതായത് മനുഷ്യർ അക്രമ സ്വഭാവം കുറഞ്ഞ ഇണങ്ങുന്ന തരം മൃഗങ്ങളെ കണ്ടെത്തി അവയെ പ്രത്യേകം സംരക്ഷിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്രീഡിംഗ്, അങ്ങനെ തിരഞ്ഞെടുത്ത മൃഗങ്ങളെ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരിടത്തു വെച്ച് വളർത്തി അവയുടെ എണ്ണം കൂട്ടി. പിന്നെ മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് ട്രാൻസ്ഫോർമേഷൻ. തലമുറകൾ കഴിഞ്ഞപ്പോൾ ഈ മൃഗങ്ങൾക്ക് അവയുടെ വന്യരായ പൂർവികരിൽ നിന്ന്, അതായത് വൈൽഡ് ആൻസെസ്റ്റേഴ്സിൽ നിന്ന് പ്രകടമായ ശാരീരിക മാറ്റങ്ങൾ തന്നെ വരാൻ തുടങ്ങി. ഈ മാറ്റങ്ങൾ, അതായത് ഈ ശാരീരിക മാറ്റങ്ങൾ, പുരാവസ്തു ഗവേഷകർക്ക്, ആർക്കിയോളജിസ്റ്റുകൾക്ക് വളരെ നിർണായകമായ തെളിവുകളാണ്. കാരണം ഒരു മൃഗത്തിന്റെ ഫോസിൽ കിട്ടിയാൽ അത് ഡൊമസ്റ്റിക്കേറ്റഡ് ആണോ അതോ വൈൽഡാണോ എന്ന് തിരിച്ചറിയാൻ ഈ മാറ്റങ്ങൾ സഹായിക്കും. ഉദാഹരണത്തിന്, വൈൽഡ് ആനിമൽസിനെ അപേക്ഷിച്ച് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിന് പല്ലിന്റെയും കൊമ്പിന്റെയൊക്കെ വലിപ്പം കുറവായിരിക്കും. ഇതൊരു പ്രധാനപ്പെട്ട സൂചനയാണ്. അപ്പോൾ ഈ ഡൊമസ്റ്റിക്കേഷന്റെ ചരിത്രം നോക്കുമ്പോൾ അതിൽ നമ്മുടെ നായയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം നായയുടെ വന്യരായ പൂർവികരെയാണ് മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പർ പാലിയോലിത്തിക്, ലേറ്റ് പാലിയോലിത്തിക് യുഗത്തിലാണ് നായ്ക്കളെ ആദ്യമായി വളർത്തിയത്. ഇത് നിയോലിത്തിക് വിപ്ലവത്തിന് മുമ്പാണ് സംഭവിച്ചത്. വേട്ടക്കാരായ മനുഷ്യർ ചെന്നായ്ക്കളെ വളർത്തി. മുൻകാല പാഠപുസ്തകങ്ങളിൽ ചിലപ്പോൾ മെസോലിത്തിക് എന്ന് പരാമർശിച്ചിരുന്നു. എന്നാൽ നിലവിലെ ശാസ്ത്രീയ സമവായം പറയുന്നത് അപ്പർ പാലിയോലിത്തിക് എന്നാണ്. ആദ്യത്തെ വളർത്തുമൃഗം എന്ന് ചോദിച്ചാൽ ഉത്തരം നായ. ഇനി ഈ മൃഗങ്ങളെ ഇണക്കി വളർത്തിയത് മനുഷ്യന്റെ അതിജീവനത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നോക്കാം. ഇതൊരു വെറും മാറ്റമായിരുന്നില്ല, ഇതൊരു വിപ്ലവം തന്നെയായിരുന്നു. ഈ ഒരു ആശയം മനസ്സിലാക്കാൻ ഈ ഉദ്ധരണി നമ്മളെ സഹായിക്കും. മൃഗങ്ങൾ ഒരു ലിവിംഗ് സ്റ്റോർ ഓഫ് ഫുഡായി മാറി. എന്താണിതിനർത്ഥം? ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന ജീവനുള്ളൊരു ഭക്ഷണശേഖരം. അതോടെ എന്നും വേട്ടയാടി ഭക്ഷണം കണ്ടെത്തണം എന്നുള്ള ആ ഒരു ആശ്രയത്വം ഇല്ലാതായി. പാലും മാംസവും എളുപ്പത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കിട്ടാൻ തുടങ്ങി. ഇത് മനുഷ്യന്റെ ഭക്ഷണരീതിയെയും അതിജീവനത്തെയും അടിമുടി മാറ്റി. അപ്പോൾ നമുക്ക് ഈ പട്ടികയൊന്ന് നോക്കാം. നിയോലിത്തിക് കാലഘട്ടത്തിലെ ഓരോ മൃഗവും ഒരു മൾട്ടിപർപ്പസ് ടൂൾ പോലെയായിരുന്നു. ഉദാഹരണത്തിന് കാറ്റൽ, അതായത് പശു, കാള പോലുള്ളവ. പാലിനും മാംസത്തിനും വേണ്ടി മാത്രമല്ല, കൃഷി ചെയ്യാനും സാധനങ്ങൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവാനും അവയെ ഉപയോഗിച്ചു. അതുപോലെ ഷീപ്പ്, ഗോഡ്സ് എന്നിവ ഭക്ഷണത്തിന് പുറമെ അവയുടെ രോമം, അതായത് വുൾ, ഉപയോഗിച്ച് വസ്ത്രങ്ങളുണ്ടാക്കാനും തുടങ്ങി. പിഗ്സ് പ്രധാനമായും മാംസത്തിനു വേണ്ടി തന്നെയായിരുന്നു വളർത്തിയിരുന്നത്. ശരി, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ചരിത്രപരമായ മാറ്റങ്ങൾക്കെല്ലാം എന്താണ് തെളിവ്? അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത്, പുരാവസ്തു തെളിവുകളിലേക്ക്, അതായത് ആർക്കിയോളജിക്കൽ എവിഡൻസിലേക്ക്. പ്രത്യേകിച്ചും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് നമുക്കിത് പരിശോധിക്കാം. ഇതിനായി നമ്മൾ 3 പ്രധാനപ്പെട്ട സൈറ്റ്സാണ് നോക്കുന്നത്. ഒന്ന്, ഏകദേശം 7000 BC-യിൽ നിലനിന്നിരുന്ന മെഹർഗഡ്. പിന്നെ ദക്ഷിണേന്ത്യയിലെ പിക്ലിഹാൾ. മൂന്നാമത്തേത് കശ്മീരിലെ ബുർസഹോം. ഈ ഓരോ സ്ഥലത്തിനും ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മളോട് പറയാൻ ഓരോരോ കഥകളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മെഹർഗഡിലേക്ക് പോകാം. ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഈ സ്ഥലം.
കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്തലും, അതായത് അഗ്രികൾച്ചറും ആനിമൽ ഹസ്ബൻഡറിയും ഏതാണ്ട് ഒരേ സമയം തുടങ്ങിയതിന്റെ ഏറ്റവും പഴക്കമുള്ള തെളിവുകൾ കിട്ടിയ സ്ഥലങ്ങളിലൊന്നാണിത്. മെഹർഗഡിൽ നിന്ന് നമുക്ക് കിട്ടിയ പുരാവസ്തു തെളിവുകൾ വളരെ വ്യക്തമാണ്. അവിടുത്തെ ആളുകൾ ഗോതമ്പും ബാർലിയും ഒക്കെ കൃഷി ചെയ്തിരുന്നു. അതിന്റെ കൂടെ തന്നെ ആടുകളെയും കന്നുകാലികളെയും ഒക്കെ ഇണക്കി വളർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിലെന്താ മനസ്സിലാക്കേണ്ടത്? കൃഷിയും മൃഗപരിപാലനവും വെവ്വേറെയല്ല, മറിച്ച് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചു വളർന്നുവന്ന രണ്ട് കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് വടക്കുനിന്ന് നേരെ തെക്കോട്ട് ദക്ഷിണേന്ത്യയിലേക്ക് വരാം, കർണാടകയിലെ പിക്ലിഹാൾ എന്ന സ്ഥലത്തേക്ക്. ഇവിടെ കിട്ടിയ തെളിവുകൾ പറയുന്നത് ഇതൊരു കന്നുകാലി വളർത്തൽ കേന്ദ്രമായിരുന്നു എന്നാണ്. അ സെന്റർ ഫോർ കാറ്റൽ ഹേർഡേഴ്സ്. പിക്ലിഹാലിൽ താമസിച്ചിരുന്നവർ പ്രധാനമായും പാസ്റ്റോറലിസ്റ്റ്സ് ആയിരുന്നു, അതായത് കന്നുകാലികളെ മേച്ച് ജീവിച്ചിരുന്നവർ. അവിടെ വലിയ തൊഴുത്തുകളുടെ കൗപ്പൻസിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും യുണീക്കായ തെളിവെന്താണെന്ന് വെച്ചാൽ അവിടത്തെ ആഷ് മൗണ്ട്സ് ആണ്, അതായത് ചാരക്കുന്നുകൾ. കാലങ്ങളായി കന്നുകാലികളുടെ ചാണകം കുന്നുകൂട്ടിയിട്ട് അത് കത്തിച്ചുണ്ടായതാണ് ഈ ചാരക്കുന്നുകൾ. ഇത് സൂചിപ്പിക്കുന്നത് അവിടെ വളരെ വലിയ തോതിലുള്ള സംഘടിതമായ ഒരു കന്നുകാലി വളർത്തൽ സമൂഹമുണ്ടായിരുന്നുവെന്നാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് കാശ്മീരിലെ ബുർസഹോമാണ്. ഇവിടുന്ന് കിട്ടിയ പുരാവസ്തു കണ്ടെത്തലുകൾ അക്കാലത്തെ ചില സവിശേഷമായ സാംസ്കാരിക രീതികളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ബുർസഹോമില് മനുഷ്യരെ അടക്കം ചെയ്തിരുന്ന കുഴികൾ, അതായത് ബ്യൂറിയൽ പിറ്റ്സ്, കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത അതല്ല. ചില കുഴികളിൽ മരിച്ച മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ കൂടെ അവരുടെ വളർത്തുനായ്ക്കളെയും അടക്കം ചെയ്തതായി കണ്ടെത്തി. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ അന്ന് വെറുമൊരു ഉടമ-മൃഗം ബന്ധമായിരുന്നില്ല, മറിച്ച് അതിലും ആഴത്തിലുള്ള ഒരു സാമൂഹിക ബന്ധം, ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ആചാരപരമായ ബന്ധം പോലും നിലനിന്നിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. സാമ്പത്തികമായ മാറ്റങ്ങൾ എപ്പോഴും സാമൂഹികമായ മാറ്റങ്ങൾക്കും വഴിവെക്കും, അല്ലേ? അപ്പോൾ ഈ ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്ന സാമ്പത്തിക വിപ്ലവം മനുഷ്യ സമൂഹത്തെ എങ്ങനെയാണ് പുനഃസംഘടിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. മൃഗങ്ങളെ വളർത്തുമ്പോൾ അവയ്ക്ക് നിരന്തരമായ പരിചരണം വേണം, അല്ലേ? അപ്പോൾ അവയെ നോക്കാനായി ഒരിടത്ത് സ്ഥിരമായി താമസിക്കേണ്ടി വന്നു. ഇത് ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക്, അതായത് സ്ഥിരവാസത്തിലേക്ക് നയിച്ചു. ആളുകൾ ഒരിടത്ത് കൂട്ടമായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ അത് വില്ലേജ് കമ്മ്യൂണിറ്റീസ്, അതായത് ഗ്രാമങ്ങൾക്ക് രൂപം നൽകി. പിന്നീട് ഈ ഗ്രാമങ്ങളും കന്നുകാലികളുമൊക്കെ ഇതെന്റേതാണ് എന്നൊരു ചിന്തയിലേക്ക്, അതായത് പ്രോപ്പർട്ടി എന്ന ആശയത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യം, മൃഗങ്ങളെ ഇണക്കി വളർത്തിയത് മനുഷ്യൻ എന്ന വർഗത്തെ തന്നെ പുനർനിർവചിച്ചു. അതുവരെ അലഞ്ഞുതിരിഞ്ഞു നടന്ന ഒരു നൊമാഡിക് ഗ്യാദററിൽ നിന്ന് ഒരിടത്ത് സ്ഥിരതാമസമാക്കി ഉൽപ്പാദനം നടത്തുന്ന ഒരു സെറ്റിൽഡ് പ്രൊഡ്യൂസറായി മനുഷ്യൻ മാറി. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ സാമൂഹിക വളർച്ചയുടെയും അടിത്തറ പാകിയത് ഈ ഒരു വലിയ മാറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ ചർച്ച നമുക്കിങ്ങനെ അവസാനിപ്പിക്കാം. ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ എന്നത് നിയോലിത്തിക് മനുഷ്യനെ ആധുനിക സംസ്കാരത്തിന്റെ, മോഡേൺ സിവിലൈസേഷന്റെ പടിവാതിൽക്കൽ കൊണ്ടെത്തിച്ചു എന്ന് പറയാം. അതായത് അതൊരു അതിജീവനത്തിലുള്ള തന്ത്രം മാത്രമായിരുന്നില്ല, മറിച്ച് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിലേക്കുള്ള ആദ്യത്തെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പായിരുന്നു അത്. അപ്പം ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് ഭാവിയെക്കുറിച്ചൊരു നിമിഷം ചിന്തിക്കാം. മനുഷ്യ സമൂഹത്തെ ഇതുപോലെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന അടുത്ത വലിയ സാങ്കേതിക വിദ്യാപരമായ മുന്നേറ്റം, ദ നെക്സ്റ്റ് ഗ്രേറ്റ് ടെക്നോളജിക്കൽ ഷിഫ്റ്റ് എന്തായിരിക്കും? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മനുഷ്യചരിത്രത്തിലെ വളരെ നിർണായകമായൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്, നിയോലിത്തിക് ഏജ്. ഈ കാലഘട്ടത്തെ നിർവചിക്കുന്നത് വെറുമൊരു പുതിയതരം കല്ലുപകരണങ്ങൾ മാത്രമല്ല, മറിച്ച് ആ സാങ്കേതികവിദ്യ മനുഷ്യന്റെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തെ എങ്ങനെ അടിമുടി മാറ്റിമറിച്ചു എന്നതാണ്. ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്കുള്ള ആ വലിയ മാറ്റത്തിന്റെ കാരണങ്ങൾ, ആ പ്രക്രിയ, അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. പ്രത്യേകിച്ച് UPSC, PSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ഒരു അനലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം സമീപിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം ദി നിയോലിത്തിക് റെവല്യൂഷൻ എന്ന ആശയം എന്താണെന്ന് നമ്മൾ നിർവചിക്കും. അതിനുശേഷം ഈ വിപ്ലവത്തിന് അടിത്തറയിട്ട പ്രധാന ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ, അതായത് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസിനെപ്പറ്റി സംസാരിക്കും. ഈ സാങ്കേതികവിദ്യ ഫോറസ്ട്രി, ഫാമിംഗ് എന്നിവയിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തിയതെന്ന് വിലയിരുത്തിയ ശേഷം കല്ലുകൾക്കപ്പുറം പ്രാധാന്യമുള്ള ബോൺ ടൂൾസിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അവസാനം ഈ മാറ്റങ്ങളെല്ലാം ചേർന്ന് ഒരു സെഡൻറ്ററി സൊസൈറ്റി, അതായത് സ്ഥിരതാമസമാക്കിയ ഒരു സമൂഹം ഉണ്ടാകുന്നതിലേക്ക് നയിച്ചതെങ്ങനെയെന്ന് നമ്മൾക്ക് അപഗ്രഥിക്കാം. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ചയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. ദ നിയോലിത്തിക് റെവല്യൂഷൻ.
ഇവിടെ നമ്മൾ മനുഷ്യന്റെ അതിജീവന രീതിയിൽ വന്ന ഒരു അടിസ്ഥാനപരമായ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഭക്ഷണം തേടി നടക്കുന്നതിൽ നിന്ന് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്കുള്ള ഒരു പരിവർത്തനം. അപ്പോൾ എന്താണ് ഈ നിയോലിത്തിക് റവല്യൂഷൻ? പ്രശസ്തനായ ആർക്കിയോളജിസ്റ്റ് ഗോർഡൻ ചൈൽഡാണ് ഈ ഒരു വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. മനുഷ്യൻ ഹണ്ടിംഗ് ഗ്യാദറിംഗ് എന്ന ജീവിതരീതി ഉപേക്ഷിച്ച് അഗ്രികൾച്ചർ, അതായത് കൃഷിയിലേക്കും, സെറ്റിൽമെന്റ്, അതായത് സ്ഥിരവാസത്തിലേക്കും മാറിയതിനെയാണ് അദ്ദേഹം ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊരു ഫുഡ് പ്രൊഡ്യൂസിംഗ് സ്റ്റേജിന്റെ തുടക്കമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. റെവല്യൂഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്നുണ്ടായൊരു മാറ്റമെന്ന് തോന്നാം. അതുകൊണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഇതൊരു എവല്യൂഷനായിരുന്നു, അതായത് ഒരുപാട് കാലം കൊണ്ടുണ്ടായ ഒരു പരിണാമമായിരുന്നു എന്നാണ്. എങ്കിലും ഈ മാറ്റം മനുഷ്യചരിത്രത്തിലുണ്ടാക്കിയ സ്വാധീനം അത്ര വലുതായതുകൊണ്ട് റെവല്യൂഷൻ എന്ന വാക്കു തന്നെയാണ് ഇന്നും നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഈ വലിയ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾക്കെല്ലാം പിന്നിലെ പ്രധാന കാരണം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആയിരുന്നു. അതിലേറ്റവും പ്രധാനം പോളിഷ്ഡ് സ്റ്റോൺ ടൂൾ ടെക്നോളജിയാണ്. ഈ സാങ്കേതികവിദ്യ ഇതിനു മുൻപുണ്ടായിരുന്ന പെലിയോലിത്തിക് കാലഘട്ടത്തിലെ ഉപകരണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ പ്രധാനമായും ഫ്ലേക്കിംഗ്, ചിപ്പിംഗ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അവ കുറച്ചുകൂടി പരുക്കനും അത്ര കാര്യക്ഷമമല്ലാത്തതുമായിരുന്നു. എന്നാൽ നിയോലിത്തിക് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പെക്കിംഗ്, ഗ്രൈൻഡിംഗ്, പോളിഷിംഗ് എന്നിങ്ങനെയുള്ള പുതിയ ടെക്നിക്കുകൾ വന്നു. അതായത് കല്ലുകൾ മറ്റ് കല്ലുകൾ കൊണ്ട് ഇടിച്ചു ഷേപ്പ് ചെയ്തും ഉരച്ചു മിനുസപ്പെടുത്തിയും കൂടുതൽ ബലമുള്ളതും മൂർച്ചയേറിയതുമായ ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് ആയുധങ്ങളുടെ എഫിഷ്യൻസിയിൽ ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് കൊണ്ടുവന്നത്. ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് സെൽറ്റ് എന്നറിയപ്പെടുന്ന പോളിഷ്ഡ് സ്റ്റോൺ ആക്സ്. ഇത് പലപ്പോഴും ഒരു ഹാൻഡ് ആക്സ് ആയി ഉപയോഗിച്ചിരുന്നു. മരം മുറിക്കാൻ മാത്രമല്ല, ഭൂമി കിളയ്ക്കാനും ചിലപ്പോൾ പ്രതിരോധിക്കാനുമൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മൾട്ടി പർപ്പസ് ടൂളായിരുന്നു ഇത്. അതുകൊണ്ടുതന്നെ നിയോലിത്തിക് ടെക്നോളജിയുടെ ഒരു മുഖമുദ്രയായിട്ടാണ് സെൽറ്റ് കണക്കാക്കപ്പെടുന്നത്. ഇനി ആർക്കിയോളജിക്കൽ എവിഡൻസ് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായ ഒരു കാര്യം കാണാൻ കഴിയും. ഇന്ത്യയിൽ കണ്ടെത്തിയ സെൽസിന് ഓരോ പ്രദേശത്തും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നോർത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ ചതുരാകൃതിയും വളഞ്ഞ കട്ടിംഗ് എഡ്ജുമുള്ള കോടാലികളാണ് കിട്ടിയത്. എന്നാൽ നോർത്ത് ഈസ്റ്റേൺ ഭാഗത്തേക്ക് വരുമ്പോൾ അത് പോളിഷ്ഡ് റെക്ടാങ്കുലർ കോടാലികളായി. അതേസമയം സദേൺ ഇന്ത്യയിൽ ഓവൽ ഷേപ്പിലുള്ള വശങ്ങളും കൂർത്ത പിൻഭാഗവുമുള്ള കോടാലികളാണ് കണ്ടുവരുന്നത്. ഈ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ അതാത് പ്രദേശത്തെ ആവശ്യങ്ങളെയും അവരുടെ സാംസ്കാരിക ശൈലികളെയുമൊക്കെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ശരി, അപ്പോൾ ഈ ടെക്നോളജിക്കൽ ഇന്നൊവേഷന്റെ എക്കണോമിക് കോൺസിക്വൻസ് എന്തായിരുന്നു? അതായത് സാമ്പത്തികമായി എന്ത് പ്രത്യാഘാതമാണുണ്ടായത്? പ്രത്യേകിച്ച് ഫോറസ്ട്രിയിലും ഫാമിങ്ങിലും ഈ പുതിയ ഉപകരണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കോസ് ആൻഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. മൂർച്ചയേറിയ സെൽസ് ഉപയോഗിച്ച് മനുഷ്യന് ആദ്യമായിട്ട് വലിയ തോതിൽ വനങ്ങൾ വെട്ടിത്തെളിക്കാൻ, അതായത് ഡീഫോറസ്റ്റേഷൻ നടത്താൻ കഴിഞ്ഞു. മരങ്ങൾ ഇത്രയും കാര്യക്ഷമമായി മുറിച്ചുമാറ്റാൻ സാധിച്ചത് കൃഷിക്ക് ആവശ്യമായ ഭൂമി ഒരുക്കുന്നതിലേക്ക് നയിച്ചു. ഇതിന്റെ ഒരു വലിയ ഫലം എന്താണെന്ന് വെച്ചാൽ, മുൻപ് താമസിക്കാൻ കൊള്ളില്ല എന്ന് കരുതിയിരുന്ന ഡ്രെമ്യൂച്ചെ വനപ്രദേശങ്ങൾ പോലും പതിയെ കാർഷിക മേഖലകളായി മാറി. ഇത് മനുഷ്യന്റെ ഡെമോഗ്രാഫിക് എക്സ്പാൻഷനും വഴിയൊരുക്കി. നിയോലിത്തിക് ടൂൾ കിറ്റിനെ പറ്റി പറയുമ്പോൾ കല്ലുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങളിൽ മാത്രം നമുക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. കല്ലിന് പുറമേ എല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഉപകരണങ്ങളും ആ കാലഘട്ടത്തിലെ ടെക്നോളജിക്കൽ ലാൻഡ്സ്കേപ്പിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. എല്ലുകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ വളരെ വൈവിധ്യമാർന്നതായിരുന്നു. അതിൽ നീഡിൽസ്, അതായത് സൂചികൾ, സ്ക്രാപ്പേഴ്സ്, സ്പിയർ ഹെഡ്സ്, ആരോ ഹെഡ്സ് ഒക്കെ ഉൾപ്പെടും. മൃഗങ്ങളുടെ ഹൈഡ്സ് ഉപയോഗിച്ച് വസ്ത്രങ്ങൾ തുന്നുന്നതിനും മീറ്റ് പ്രോസസ്സിങ്ങിനും ഹണ്ടിങ്ങിനുമൊക്കെ ഈ വേഴ്സറ്റൈൽ ടൂൾ കിറ്റ് അവർ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഇന്ത്യയിൽ എല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങൾക്ക് ഏറ്റവും പ്രശസ്തമായ 2 ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഉണ്ട്. ഒന്ന് കാശ്മീരിലെ ബുർസഹോം, പിന്നെ ബീഹാറിലെ ചിരാന്ത്. ഈ 2 സ്ഥലങ്ങളും പരീക്ഷകളുടെ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവയ്ക്കണം. ഇതിൽ തന്നെ ചിരാന്തിന്റെ പുരാവസ്തുശാസ്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ആ പ്രദേശത്ത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഇനം കല്ലുകളുടെ ലഭ്യത കുറവായിരുന്നു. ഈ ഒരു എൻവിറോൺമെന്റൽ ചാലഞ്ചിനെ അവർ മറികടന്നത് ആന്റ്ലേഴ്സ്, അതായത് മാനിന്റെ കൊമ്പുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് മനുഷ്യന്റെ റിസോഴ്സ്ഫുൾനെസ്സിന്റെയും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവിന്റെയും, അതായത് എൻവിറോൺമെന്റൽ ആഡാപ്റ്റേഷന്റെയും ഒരു മികച്ച ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത ഈ സാങ്കേതികവും സാമ്പത്തികവുമായ മാറ്റങ്ങളുടെയൊക്കെ ആത്യന്തികമായ ഫലം എന്തായിരുന്നു?
ഈ മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് മനുഷ്യനെ ഒരു സെഡന്ററി സൊസൈറ്റിയിലേക്ക്, അതായത് സ്ഥിരതാമസമാക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് അവസാനമായൊന്ന് പരിശോധിക്കാം. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് പ്രവർത്തിച്ചത്. ഒരു സാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം മനുഷ്യജീവിതത്തിന്റെ മറ്റനേകം മേഖലകളിൽ ഒരു കാസ്കേഡ് ഇഫക്റ്റിന്, അതായത് തുടർ ചലനങ്ങൾക്ക് കാരണമായി. ഈ പ്രോസസ്സ് നമുക്കിങ്ങനെ ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. ഒന്നാമതായി, എഫിഷ്യന്റ് ടൂൾസ് കൂടുതൽ നല്ല രീതിയിലുള്ള ഫാമിങ്ങിന് കാരണമായി. രണ്ടാമതായി, ഈ പ്രൊഡക്റ്റീവ് ഫാമിംഗ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഫുഡ് സർപ്ലസ് ഉണ്ടാക്കി, അതായത് ആവശ്യത്തിലധികം ഭക്ഷണം. മൂന്നാമതായി, ഈ ഫുഡ് സർപ്ലസ് വന്നതോടെ പെർമനന്റ് സെറ്റിൽമെന്റ്സ് സാധ്യമായി, കാരണം കൃഷി ചെയ്ത സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിക്കേണ്ടത് അത്യാവശ്യമായി വന്നു. നാലാമതായി, ഈ സ്ഥിരവാസം തുടങ്ങിയപ്പോൾ വിളവെടുത്ത ധാന്യങ്ങൾ സംഭരിക്കാനായി പോട്ടറി, അതായത് മൺപാത്ര നിർമ്മാണം പോലെയുള്ള പുതിയ സെക്കൻഡറി ടെക്നോളജീസ് വികസിച്ചു വന്നു. ചുരുക്കി പറഞ്ഞാൽ, the polished stone axe was among the first machines that helped man gain control over nature. അതായത് പ്രകൃതിക്ക് മേൽ മനുഷ്യനൊരു നിയന്ത്രണം നേടാൻ സഹായിച്ച ആദ്യത്തെ യന്ത്രങ്ങളിൽ ഒന്നായിരുന്നു ആ മിനുസപ്പെടുത്തിയ കൽമഴോ. കാഴ്ചയിൽ വളരെ ലളിതമായ ഒരു ഉപകരണം, പക്ഷേ അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഈ വിശകലനം നമ്മളെ ഒരു സുപ്രധാനമായ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. Was the polished stone axe the single most important invention in early human history? അതായത് ആദിമ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കണ്ടുപിടുത്തം ഇതായിരുന്നോ? തീയുടെ കണ്ടുപിടുത്തം, ഭാഷയുടെ വികാസം എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ സ്ഥാനം എവിടെയാണ്? ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കിൽസ് മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കും. നമസ്കാരം. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണല്ലോ നിയോലിഥിക് റവല്യൂഷൻ. കൃഷി ആരംഭിച്ച ആ വലിയൊരു മാറ്റത്തിന്റെ കാലത്ത് പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷേ അതിപ്രധാനമായ ഒരു സാങ്കേതിക മുന്നേറ്റമുണ്ടായി. അതാണ് മൺപാത്ര നിർമ്മാണത്തിന്റെ കണ്ടുപിടുത്തം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ നിയോലിഥിക് കാലഘട്ടത്തിൽ കൃഷിയൊരു വിജയമായപ്പോൾ മനുഷ്യന്റെ കയ്യിൽ ആദ്യമായി ആവശ്യത്തിലധികം ഭക്ഷ്യധാന്യങ്ങൾ വന്നു ചേർന്നു. അതായത് ഒരു സർപ്ലസ് ഉണ്ടായി. ഇതൊരു വലിയ മുന്നേറ്റം തന്നെയായിരുന്നു. പക്ഷേ അതോടൊപ്പം ഒരു പുതിയ വെല്ലുവിളിയും വന്നു. എന്തായിരുന്നു ആ വെല്ലുവിളി? ആദിമ കർഷകർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഈ അധികം വരുന്ന ധാന്യങ്ങൾ എന്തു ചെയ്യും എന്നതായിരുന്നു. ശരിക്കുമുള്ള പ്രശ്നം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലായിരുന്നില്ല, അതായത് ഫുഡ് പ്രൊഡക്ഷൻ ആയിരുന്നില്ല വിഷയം. മറിച്ച് അത് എങ്ങനെ സംഭരിക്കും, എങ്ങനെ പാകം ചെയ്യും എന്നതായിരുന്നു, അതായത് സ്റ്റോറേജും കുക്കിങ്ങും. ഈ അധികം വരുന്ന ധാന്യങ്ങൾ അടുത്ത വിളവെടുപ്പ് വരെ കേടുകൂടാതെ സൂക്ഷിക്കണം. അതോടൊപ്പം അത് കഴിക്കാൻ പാകത്തിന് വേവിച്ചെടുക്കുകയും വേണം. ഈയൊരു ആവശ്യകതയാണ് പുതിയൊരു സാങ്കേതിക വിദ്യയിലേക്ക് അവരെ നയിച്ചത്. ഈ സാമ്പത്തിക സമ്മർദ്ദം അഥവാ ഇക്കണോമിക് പ്രഷർ, അതാണ് മൺപാത്ര നിർമ്മാണമെന്ന വിപ്ലവകരമായ കണ്ടെത്തലിന് പിന്നിലെ പ്രധാന കാരണം. ഈയൊരു സാമൂഹിക സാമ്പത്തിക മാറ്റം ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് പേലിയോലിത്തിക്, നിയോലിത്തിക് കാലഘട്ടങ്ങളിലെ ജീവിത രീതികളൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. പേലിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യൻ ഒരു ഫുഡ് ഗ്യാദറർ ആയിരുന്നു, അല്ലേ? അതായത് അലഞ്ഞു തിരിഞ്ഞ ഭക്ഷണം കണ്ടെത്തി അപ്പപ്പോൾ കഴിക്കുന്ന ഒരു ജീവിത രീതി. എന്നാൽ നിയോലിത്തിക് കാലഘട്ടത്തിലെ ഫുഡ് പ്രൊഡ്യൂസർ കൃഷി തുടങ്ങിയതോടെ ഒരിടത്ത് സ്ഥിരതാമസമാക്കി ഒരു സെഡന്ററി ലൈഫ് സ്റ്റൈലിലേക്ക് മാറി. ഈയൊരു മാറ്റം സംഭവിച്ചപ്പോൾ ദീർഘകാലം നിലനിൽക്കുന്ന സംഭരണ പാത്രങ്ങളുടെ ആവശ്യം വളരെ അത്യാവശ്യമായി തീർന്നു. അപ്പോൾ ഈയൊരു വലിയ വെല്ലുവിളിക്ക് അതിനൊരു പ്രായോഗികമായ പരിഹാരം മനുഷ്യൻ കണ്ടെത്തിയത് കളിമണ്ണിൽ നിന്നാണ്. അതുകൊണ്ടുതന്നെ മൺപാത്ര നിർമ്മാണത്തെ വെറുമൊരു കരകൗശലവിദ്യയായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് നിയോലിത്തിക് കാലഘട്ടത്തിലെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഒരു നിർണായകമായ സാങ്കേതിക മുന്നേറ്റം, ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് വേണം നമ്മളിതിനെ മനസ്സിലാക്കാൻ. മൺപാത്ര നിർമ്മാണത്തിന്റെ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒറ്റയടിക്കല്ല സംഭവിച്ചത്. അത് പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. പുരാവസ്തു തെളിവുകൾ വെച്ച് നമുക്കിതിനെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. ഒന്നാമത്തത് ദ ഹാൻഡ്മെയ്ഡ് ഫേസ്, അതായത് കൈകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തത് ദ പോട്ടേഴ്സ് വീലിന്റെ കണ്ടുപിടുത്തം. ഇത് ഉൽപ്പാദന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കി. മൂന്നാമതായി പാത്രങ്ങൾക്ക് കൂടുതൽ ഉറപ്പും ഈടും നൽകുന്ന ദ ഫയറിംഗ് ടെക്നിക്, അതായത് ചൂളയിൽ ചുട്ടെടുക്കുന്ന രീതിയുടെ വികാസം. ഈ പറഞ്ഞ ഘട്ടങ്ങളിൽ ദി പോട്ടേഴ്സ് വീലിന്റെ കണ്ടുപിടുത്തം ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ ആയിരുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇത് പാത്രങ്ങളുടെ നിർമ്മാണത്തിന് നല്ല വേഗതയും, അതായത് സ്പീഡും, ഒരേപോലെയുള്ള രൂപവും, അതായത് യൂണിഫോമിറ്റിയും നൽകി. പുരാവസ്തു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സാങ്കേതിക വിദ്യയുടെ ഉത്ഭവം ഇന്നത്തെ ബലോചിസ്ഥാൻ മേഖലയിലായിരിക്കാം. അവിടെ നിന്ന് ഇൻഡസ് വാലി പോലുള്ള മറ്റു പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നു, പക്ഷേ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? എവിടെ നിന്നാണ് നമുക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നത്?
ഇതെല്ലാം പുരാവസ്തു ഗവേഷകർ, അതായത് ആർക്കിയോളജിസ്റ്റ്, പല നിയോലിത്തിക് കേന്ദ്രങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഭൗതികമായ തെളിവുകളെ, അതായത് മെറ്റീരിയൽ എവിഡൻസിനെ അടിസ്ഥാനമാക്കിയുള്ള നിഗമനങ്ങളാണ്. അടുത്തതായി നമുക്ക് ആ പുരാവസ്തു തെളിവുകൾ ഒന്നുകൂടി വിശദമായി പരിശോധിക്കാം. നമുക്ക് ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മൺപാത്ര നിർമ്മാണത്തിന്റെ വികാസത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ ഇതിൽ കാണാം. ആദ്യം ഏകദേശം C6000 BCയിൽ ചോപ്പാനിമാൻഡോ എന്ന പുരാവസ്തു കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും പഴക്കമുള്ള മൺപാത്രങ്ങളുടെ തെളിവുകൾ ലഭിക്കുന്നത്. പിന്നീട് കാലം മുന്നോട്ടു പോയി C4500 BC ആയപ്പോഴേക്കും മെഹർഗഡിൽ വീൽ മെയ്ഡ് പോട്രി വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. അതേസമയം തന്നെ വടക്ക് ബുർജഹോം പോലുള്ള സ്ഥലങ്ങളിൽ അവരുടേതായ പ്രാദേശിക ശൈലികളും വികസിച്ചു വന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. പുരാവസ്തു ഗവേഷകർക്ക് പലതരം മൺപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരതിനെ പഠനത്തിന്റെ എളുപ്പത്തിനു വേണ്ടി നിർമ്മാണ രീതി, നിറം, അലങ്കാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടവയാണ് ബ്ലാക്ക് ബേർണിഷ്ഡ് വെയർ, ഗ്രേ വെയർ, പിന്നെ മാറ്റ് ഇംപ്രസ്ഡ് വെയർ എന്നിവ. ഈ ഒരു വർഗീകരണം അഥവാ ക്ലാസിഫിക്കേഷൻ ഒരു പ്രത്യേക കാലഘട്ടത്തെയോ ഒരു സാംസ്കാരിക സംഘത്തെയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെയൊക്കെ തിരിച്ചറിയാൻ ചരിത്രകാരന്മാരെ ഒരുപാട് സഹായിക്കുന്നു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില പുരാവസ്തു കേന്ദ്രങ്ങളെ, അതായത് ആർക്കിയോളജിക്കൽ സൈറ്റ്സിനെ കുറച്ചുകൂടി അടുത്തു പരിചയപ്പെടാം. അതിലാദ്യത്തേത് ഉത്തർപ്രദേശിലെ ബെലൻ വാലിയിലുള്ള ചോപ്പാനി മാൻഡോ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺപാത്രങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച ഏറ്റവും പഴക്കമേറിയ തെളിവുകൾ, ഏർലിയസ്റ്റ് എവിഡൻസ്, നമുക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നാണ്. അടുത്തതായി നമ്മൾ പോകുന്നത് ബലോചിസ്ഥാനിലെ മെഹർഗഡിലേക്കാണ്. മെഹർഗഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സെറാമിക് ഘട്ടത്തിൽ നിന്ന്, അതായത് മൺപാത്രങ്ങൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് സെറാമിക് ഘട്ടത്തിലേക്കുള്ള, അതായത് മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്കുള്ള മാറ്റം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആദ്യകാലത്ത് അവർക്ക് മൺപാത്ര നിർമ്മാണം അറിയില്ലായിരുന്നു. എന്നാൽ C4500 BCEയോടുകൂടി വീൽ മെയ്ഡ് പോട്ടറി ഉപയോഗിക്കുന്ന ഒരു വികസിത സമൂഹമായി അവർ മാറിയതിന്റെ തുടർച്ചയായ തെളിവുകൾ നമുക്ക് മെഹർഗഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് കാശ്മീരിലേക്ക് വരികയാണെങ്കിൽ അവിടത്തെ ഒരു പ്രധാന കേന്ദ്രമാണ് ബുർസഹൂം. ഇവിടുന്ന് കിട്ടിയ മൺപാത്രങ്ങൾ പ്രധാനമായും കോഴ്സ് ഗ്രേ വെയർ വിഭാഗത്തിൽപ്പെട്ടവയാണ്. മെഹർഗഡിലെ മിനുസമുള്ള പാത്രങ്ങളിൽ നിന്ന് ഇത് കണ്ടാൽ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യാസം എന്താണ് സൂചിപ്പിക്കുന്നത്? നിയോലിത്തിക് കാലഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം ഒരൊറ്റ സംസ്കാരമായിരുന്നില്ല, മറിച്ച് ശക്തമായ പ്രാദേശിക വൈവിധ്യങ്ങൾ, അതായത് റീജിയണൽ ഡൈവേഴ്സിറ്റി നിലനിന്നിരുന്നു എന്ന വസ്തുതയ്ക്ക് ഇത് അടിവരയിടുന്നു. ഇതുവരെ നമ്മൾ മൺപാത്രങ്ങളെ ഒരു വസ്തു എന്ന നിലയിലാണ് കണ്ടത്, ഒരു പുരാവസ്തു അഥവാ ആർട്ടിഫാക്റ്റ് ആയിട്ട്. പക്ഷേ ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പോവാം. ഒരു മൺപാത്രം എന്ന് പറയുന്നത് വെറുമൊരു ഉപകരണം മാത്രമല്ല, അത് ഒരു പുതിയ ജീവിത രീതിയുടെയും ഒരു നാഗരികതയുടെ ഉദയത്തിൻ്റെയും പ്രതീകം അഥവാ സിംബൽ കൂടിയാണ്. ഈ ഒരു വലിയ ആശയത്തെ വളരെ ലളിതമായി ഇങ്ങനെ പറയാം. മനുഷ്യൻ നാളെ എന്ന ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പിറന്നതാണ് മൺപാത്രം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണം അടുത്ത കാലത്തേക്ക് വേണ്ടി സംഭരിക്കുക, വിത്തുകൾ അടുത്ത കൃഷിക്കായി സൂക്ഷിച്ചുവെക്കുക, ഇതെല്ലാം ദീർഘകാല ആസൂത്രണത്തിന്റെ, അതായത് ലോങ് ടേം പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. നാടോടി ജീവിതത്തിൽ നിന്ന് സ്ഥിരതാമസമാക്കിയ ഒരു സമൂഹത്തിന്റെ ചിന്താരീതിയിൽ വന്ന ആ അടിസ്ഥാനപരമായ മാറ്റമാണ് ഓരോ മൺപാത്രവും നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഈ പോട്ടറി റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ, അതായത് കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഇത് ഭക്ഷ്യമിച്ചത്തിന്റെ, സർപ്ലസിന്റെ കാര്യക്ഷമമായ സംഭരണം സാധ്യമാക്കി. രണ്ടാമതായി, ഇത് പൂർണ്ണമായ അർത്ഥത്തിലുള്ള ഒരു സ്ഥിരതാമസ ജീവിതത്തിന്, സെറ്റിൽഡ് ലൈഫിന് അടിത്തറയിട്ടു. മൂന്നാമതായി, ഇത് മനുഷ്യന്റെ ചിന്താരീതിയിൽ ലോങ് ടേം പ്ലാനിങ്ങിന് വലിയ പ്രാധാന്യം നൽകി. നാലാമതായി, ഈ ഘടകങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കൂടുതൽ സങ്കീർണമായ സാമൂഹിക ഘടനകളുടെ, അതായത് കോംപ്ലക്സ് സൊസൈറ്റീസിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കി. അതുകൊണ്ട് ഈ ചർച്ചയുടെ അവസാനം ഒരു പഴയ മൺപാത്രത്തിന്റെ ഒരു കഷ്ണം കാണുമ്പോൾ നമ്മളൊരു ചോദ്യം സ്വയം ചോദിക്കണം. നമ്മുടെ മുന്നിലുള്ളത് വെറുമൊരു സാധാരണ ഉപകരണം മാത്രമാണോ? അതോ മനുഷ്യനെ നായാടിയിൽ നിന്ന് കർഷകനാക്കി ചെറിയ ഗ്രാമങ്ങളിൽ നിന്ന് വലിയ നഗരങ്ങളിലേക്ക് നയിച്ച ഒരു മഹത്തായ നാഗരികതയുടെ അടിസ്ഥാന ശിലയാണോ അത്? ഈ സ്ഥിരതാമസ ജീവിതം, അതായത് സെഡന്ററി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവന്ന ആദ്യത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം എന്തായിരുന്നു? അതായിരുന്നു എ ന്യൂ ഡിവിഷൻ ഓഫ് ലേബർ. കൃഷി വന്നതോടുകൂടി സമൂഹത്തിനുള്ളിലെ ജോലികൾക്ക് കൃത്യമായ ഒരു വിഭജനമുണ്ടായി. പുതിയ ഈ കാർഷിക വ്യവസ്ഥയിൽ ഒരു ജെൻഡേർഡ് ഡിവിഷൻ ഓഫ് ലേബർ രൂപപ്പെട്ടു വന്നു. അതായത് സ്ത്രീകൾ ഒരുതരം ജോലികളിലും പുരുഷന്മാർ മറ്റൊരു തരം ജോലികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. സ്ത്രീകൾ പ്രധാനമായും കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികളായ നിലമൊരുക്കുക, വിത്ത് വിതയ്ക്കുക, വിളവെടുക്കുക എന്നിവയിൽ ഏർപ്പെട്ടു.
ഇത് കുട്ടികളുടെ പരിപാലനവും സ്ഥിരതാമസവുമായി കൂടുതൽ ചേർന്നു പോകുന്നതായിരുന്നു. അതേസമയം കൂടുതൽ ശാരീരികാധ്വാനം വേണ്ട കന്നുകാലി മേക്കൽ, വലിയ മൃഗങ്ങളെ വേട്ടയാടൽ, ദൂരയാത്രകൾ എന്നിവയൊക്കെ പുരുഷന്മാരുടെ ചുമതലയായി മാറി. ഇതിന്റെ ഒരു സ്വാഭാവികമായ ഫലമായിരുന്നു ക്രാഫ്റ്റ് സ്പെഷ്യലൈസേഷന്റെ ഉദയം. കാരണം ഫുഡ് സർപ്ലസ് വന്നതോടുകൂടി സമൂഹത്തിലെ എല്ലാവരും കൃഷി ചെയ്യേണ്ട ആവശ്യമില്ലാതായി. ഇത് ചിലർക്ക് മറ്റു തൊഴിലുകളിൽ വൈദഗ്ധ്യം നേടാൻ അവസരം കൊടുത്തു. ഉദാഹരണത്തിന് ധാന്യങ്ങൾ സൂക്ഷിക്കാൻ മൺപാത്രങ്ങളുണ്ടാക്കുന്ന പോട്ടേഴ്സ്, വസ്ത്രങ്ങൾ നെയ്യുന്ന വീവേഴ്സ്, കൃഷിക്ക് വേണ്ട ഉപകരണങ്ങളുണ്ടാക്കുന്ന ബ്ലാക്ക് സ്മിത്സ്, അങ്ങനെ പുതിയ തൊഴിൽ മേഖലകൾ രൂപം കൊണ്ടു. ഇങ്ങനെ സ്ഥിരതാമസവും തൊഴിൽ വൈദഗ്ധ്യവുമൊക്കെ വന്നപ്പോൾ അത് സ്വാഭാവികമായും സമൂഹത്തെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. കമ്മ്യൂണൽ ലൈഫ്, അതായത് ഒരു സാമൂഹിക ജീവിതത്തിന്റെ ഉദയം. നാടോടികളായിരുന്ന മനുഷ്യർ അയൽക്കാരായി മാറുന്ന ഈ പ്രക്രിയ സാമൂഹിക ബന്ധങ്ങളെ കൂടുതൽ ശക്തവും സങ്കീർണവുമാക്കി. നവീന ശിലായുഗത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്വകാര്യ സ്വത്ത് എന്നൊരു ആശയം ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഭൂമി, വനങ്ങൾ, ജലാശയങ്ങൾ ഇതെല്ലാം ഒരു കമ്മ്യൂണൽ പ്രോപ്പർട്ടിയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അത് ഒരു ഗോത്രത്തിന്റെ അഥവാ വിഷ്ഇന്റെ, അതായത് പിൽക്കാല വേദകാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഗോത്ര യൂണിറ്റിന്റെ ഒരു ആദ്യ രൂപം പൊതുസ്വത്തായിരുന്നു. അതായത് കലക്റ്റീവ് ഓണർഷിപ്പായിരുന്നു അന്നത്തെ രീതി. ഈ സാമൂഹിക ജീവിതത്തിന് നമുക്ക് വെറുതെ ഊഹങ്ങളല്ല, മറിച്ച് ശക്തമായ ആർക്കിയോളജിക്കൽ എവിഡൻസ് തന്നെയുണ്ട്. അതിനൊരു മികച്ച ഉദാഹരണമാണ് കർണാടകയിലെ ബുഡിഹാൽ എന്ന സ്ഥലത്തു നിന്നും കണ്ടെത്തിയ വലിയ അടുപ്പുകൾ. ഇത് കമ്മ്യൂണിറ്റി ഫീസ്റ്റിംഗിന്റെ, അതായത് സമൂഹം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയുടെ വ്യക്തമായ തെളിവാണ്. ഇത് ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തെളിവാണ് കാശ്മീരിലെ ബുർസഹോമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പിറ്റ് ഡ്വെല്ലിങ്സ്. കഠിനമായ മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ സമൂഹം ഒന്നടങ്കം ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഈ വാസസ്ഥലങ്ങൾ അവരുടെ സഹകരണ മനോഭാവത്തെയും പ്രതികൂല സാഹചര്യങ്ങളെ ഒരുമിച്ചു നേരിടാനുള്ള കഴിവിനെയും വ്യക്തമാക്കുന്നു. പക്ഷേ ഈയൊരു സമത്വത്തിൽ അധിഷ്ഠിതമായ സാമൂഹിക ജീവിതം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ തുടർന്നിരുന്നില്ല. കാലം പോകുന്തോറും ഇതിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മിച്ച ഉൽപ്പാദനവും പതിയെ രൂപം കൊണ്ട സ്വകാര്യ സ്വത്ത് എന്ന ആശയവും സോഷ്യൽ ഹൈറാർക്കി, അതായത് ഒരു സാമൂഹിക ഉച്ചനീചത്വത്തിന് തുടക്കമിട്ടു. അസമത്വത്തിന്റെ ആദ്യത്തെ വിത്തുകൾ എങ്ങനെയാണ് സമൂഹത്തിൽ പാകപ്പെട്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിനും നമുക്ക് പുരാവസ്തു തെളിവുകളുണ്ട്, പ്രത്യേകിച്ചും അവരുടെ വാസസ്ഥലങ്ങളുടെ ഘടനയിൽ നോക്കിയാൽ. ഗോത്രത്തലവന്മാർ അഥവാ ചീഫ് ടെയിൻസും അവരുടെ ബന്ധുക്കളും വലിയ ചതുരാകൃതിയിലുള്ള വീടുകളിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ സാധാരണക്കാരായ കോമണേഴ്സ് ചെറിയ വൃത്താകൃതിയിലുള്ള കുടിലുകളിലും ജീവിച്ചു. ഈ വാസ്തുവിദ്യാപരമായ വ്യത്യാസം അധികാരത്തിന്റെയും സാമൂഹിക പദവിയുടെയും പ്രതീകമായിരുന്നു. ഒരുപക്ഷേ ഈ സാമൂഹിക വേർതിരിവിന്റെ ഏറ്റവും ശക്തമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് അവരുടെ ബറിയൽ പ്രാക്ടീസസ്, അതായത് ശവസംസ്കാര രീതികളിൽ നിന്നാണ്. ബ്രഹ്മഗിരി പോലുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ഉത്ഖനനങ്ങൾ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ചില ശവക്കുഴികളിൽ സ്വർണ്ണമുത്തുകൾ, ചെമ്പുവളകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ടെത്തിയപ്പോൾ മറ്റ് സാധാരണക്കാരുടെ ശവക്കുഴികളിൽ 1-2 മൺപാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ജീവിതത്തിൽ മാത്രമല്ല, മരണാനന്തര ജീവിത സങ്കല്പങ്ങളിൽ പോലും നിലനിന്നിരുന്ന സാമൂഹിക അസമത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവസാനമായി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ നവീന ശിലായുഗത്തിലെ മാറ്റങ്ങൾ പിൽക്കാലത്ത് വന്ന എല്ലാ നാഗരികതകൾക്കും എങ്ങനെയാണ് ഒരു രൂപരേഖയായി, ഒരു ബ്ലൂ പ്രിന്റായി മാറിയതെന്ന് നമുക്ക് ചുരുക്കത്തിലൊന്ന് നോക്കാം. ഈ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇവയാണ്. 1. സെഡന്ററി ലൈഫ്. കൃഷി മനുഷ്യനെ ഒരിടത്ത് പിടിച്ചു നിർത്തി. ഇത് ഗ്രാമങ്ങൾക്കും പിന്നീട് നഗരങ്ങൾക്കും വഴിവെച്ചു. 2. സ്പെഷ്യലൈസേഷൻ. ഈ തൊഴിൽ വിഭജനം പിൽക്കാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട വർണ്ണവ്യവസ്ഥയുടെ ഒരു ആദ്യ രൂപമായി ചില ചരിത്രകാരന്മാർ കാണുന്നുണ്ട്. 3. പ്രോപ്പർട്ടി റൈറ്റ്സ്. സ്വകാര്യ സ്വത്ത് എന്ന ആശയം ഈ കാലഘട്ടത്തിലാണ് ഉടലെടുത്തത്. ഇത് സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിക്കാൻ കാരണമായി. ഈ 3 ആശയങ്ങളും നിയോലിത്തിക് ഏജിന്റെ പൈതൃകമാണ്. അപ്പോൾ ഈയൊരു വിശകലനം നമുക്കൊരു ചോദ്യത്തോടുകൂടി അവസാനിപ്പിക്കാം. നമ്മൾ ഇന്ന് കണ്ട ഈ നവീന ശിലായുഗത്തിൽ രൂപം കൊണ്ട സാമൂഹിക ഘടനകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന സങ്കീർണമായ പല അസമത്വങ്ങളുടെയും വിത്തുകൾ പാകിയത് എങ്ങനെയായിരിക്കും? ഇതൊരു ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മുടെ ഈ വിശകലനത്തിൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കാം. ആദ്യം ഈ വിപ്ലവത്തിന്റെ ഒരു പൊതുവായ ചിത്രം നമ്മൾ മനസ്സിലാക്കും. പിന്നെ നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പോകും. ആദ്യം തുടക്കക്കാരായ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലേക്ക്, പിന്നെ ഗാൻജറ്റിക് പ്ലെയിൻസിലും കിഴക്കൻ ഭാഗങ്ങളിലും എന്ത് സംഭവിച്ചു എന്ന് നോക്കും. അതിനുശേഷം വളരെ വ്യത്യസ്തമായൊരു ചിത്രം കാണിക്കുന്ന സദൺ ഇന്ത്യയിലെ ജീവിതരീതിയെക്കുറിച്ച് സംസാരിക്കും. അവസാനം ഈ കാലഘട്ടത്തിന്റെ മൊത്തത്തിലുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ക്രോഡീകരിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം, നോർത്ത് വെസ്റ്റ് ഇന്ത്യ. എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നത്?
കാരണം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈ പുതിയ ജീവിത രീതിയുടെ, അതായത് കൃഷിയുടെയും സ്ഥിരതാമസത്തിന്റെയും ഏറ്റവും പഴയ തെളിവുകൾ കണ്ടെടുത്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്. ഇതിനൊരു കാരണമുണ്ടാവാമല്ലേ? ഒരുപക്ഷേ ലോകത്ത് ആദ്യമായി കൃഷി തുടങ്ങിയ പശ്ചിമേഷ്യൻ പ്രദേശങ്ങളുമായുള്ള ഭൂമിശാസ്ത്രപരമായ അടുപ്പമായിരിക്കാം ഇതിന് സഹായിച്ചത്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷേ ഏറ്റവും പ്രശസ്തമായ സൈറ്റാണ് മെഹർഗർ. ഓർക്കണം, നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം 7000 BCEയെക്കുറിച്ചാണ്. അതായത് ഇന്നേക്കേതാണ്ട് 9000 വർഷം മുൻപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ കർഷക ഗ്രാമങ്ങളിലൊന്നാണിത്. പാകിസ്ഥാനിലെ ബലുചിസ്ഥാനിൽ ബൊള നദിയുടെ തീരത്താണ് ഈ സ്ഥലം. അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതിനെ ബലുചിസ്ഥാന്റെ അന്നപാത്രം അഥവാ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലുചിസ്ഥാൻ എന്നുവരെയാണ് വിശേഷിപ്പിക്കുന്നത്. മെഹർഗഡിൽ നിന്ന് നമുക്ക് കിട്ടിയ തെളിവുകൾ ശരിക്കും നിർണായകമാണ്. എന്തൊക്കെയാണെന്നല്ലേ? ഒന്ന്, വീറ്റ്, ബാർലി എന്നിവ കൃഷി ചെയ്തതിന്റെ ഏറ്റവും പഴയ തെളിവുകൾ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ഇതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ചിന്തിച്ചു നോക്കൂ. ആദ്യമായി മനുഷ്യന് ആവശ്യത്തിന് ഭക്ഷണം ഉറപ്പായി. ഫുഡ് സെക്യൂരിറ്റി വന്നു. അതോടെ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ പറ്റി. രണ്ടാമതായി ഷീപ്പ്, കാറ്റിൽ പോലുള്ള മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഇതിന്റെ ഫലമോ? ഭക്ഷണം, പാല്, തുകൽ, കൃഷിക്ക് സഹായം, അങ്ങനെ പലതരം ആവശ്യങ്ങൾക്കുള്ള ഒരു സ്ഥിരം സ്രോതസ്സായി മൃഗങ്ങൾ മാറി. ഓക്കെ, മെഹർഗഡിൽ നിന്ന് നമുക്ക് നേരെ വടക്കോട്ട് കാശ്മീരിലേക്ക് പോകാം. അവിടെ ബുർസാഹോം എന്ന വളരെ സവിശേഷമായൊരു സൈറ്റുണ്ട്. ഈ പേരിനൊരു അർത്ഥമുണ്ട്, ദ പ്ലേസ് ഓഫ് ബേർച്ച്, ബേർച്ച് മരങ്ങളുടെ നാട് എന്നർത്ഥം. ആ പേര് വരാൻ കാരണം ആ പ്രദേശത്ത് ഈ മരങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും അവിടുത്തെ ആളുകൾ വീടുണ്ടാക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും ഈ മരങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ടാകണം. ബുർസാഹോമിനെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം അവിടുത്തെ പിറ്റ് ഡ്വെല്ലിങ്സ് ആണ്, അതായത് ഭൂമിക്കടിയിലെ വാസസ്ഥലങ്ങൾ. എന്തിനായിരുന്നു അവരിങ്ങനെ താമസിച്ചിരുന്നത്? ഉത്തരം ലളിതമാണ്: കാശ്മീരിലെ കഠിനമായ തണുപ്പ്. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു ഇത്. നിലത്ത് വൃത്താകൃതിയിലോ ഓവൽ ഷേപ്പിലോ വലിയ കുഴികളുണ്ടാക്കി അതിന്റെ മുകളിൽ മരവും ഇലകളുമൊക്കെ വെച്ച് ഒരു മേൽക്കൂരയുണ്ടാക്കിയാണ് അവർ താമസിച്ചിരുന്നത്. ഇത് കാലാവസ്ഥയിൽ നിന്നുള്ളൊരു സ്വാഭാവിക സംരക്ഷണം അവർക്ക് നൽകി. താമസം മാത്രമല്ല, ബുർസാഹോമിലെ ശവസംസ്കാര രീതികളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടെ നടത്തിയ ഖനനങ്ങളിൽ മനുഷ്യരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ വളർത്തുനായ്ക്കളെയും ഒരുമിച്ച് അടക്കം ചെയ്തതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് വെറുമൊരു ശവസംസ്കാര രീതിയല്ല, മറിച്ച് അന്നത്തെ മനുഷ്യർക്ക് അവരുടെ വളർത്തുമൃഗങ്ങളുമായി, പ്രത്യേകിച്ച് നായ്ക്കളുമായി എത്ര ആഴത്തിലുള്ളൊരു വൈകാരിക ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ സൂചനയാണിത്. ഒരു പക്ഷേ മരണശേഷവും ആ നായ ഒരു സംരക്ഷകനായി, ഒരു കൂട്ടാളിയായി കൂടെയുണ്ടാകണം എന്ന് അവർ വിശ്വസിച്ചിരിക്കാം. ഇനി നമ്മൾ നോർത്ത് വെസ്റ്റ് ഇന്ത്യയിൽ നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുകയാണ്, അതായത് ഗാൻജറ്റിക് പ്ലെയിൻസിലേക്ക്. ഇവിടെ എത്തുമ്പോൾ ചിത്രം കുറച്ചുകൂടി മാറുകയാണ്. കാരണം ഇവിടുത്തെ ഭൂമിശാസ്ത്രം തീർത്തും വ്യത്യസ്തമാണ്. ഗംഗയും അതിന്റെ കൈവഴികളും വർഷാവർഷം നിക്ഷേപിക്കുന്ന എക്കൽ മണ്ണ്, അത് കൃഷിക്ക് വലിയ സാധ്യതകളാണ് തുറന്നുകൊടുത്തത്. അതുകൊണ്ടുതന്നെ ഇവിടുത്തെ വികാസത്തിന്റെ രീതിയും വ്യത്യസ്തമായിരുന്നു. ഈ മേഖലയിലെ 2 പ്രധാനപ്പെട്ട സൈറ്റുകൾ നമുക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒന്ന്, ഉത്തർപ്രദേശിലെ കോൾഡിഹ്വ. ഇവിടെ നിന്നാണ് നമുക്ക് നെൽകൃഷിയുടെ, അതായത് റൈസ് കൾട്ടിവേഷന്റെ ഏറ്റവും പഴയ തെളിവുകളിലൊന്ന് ലഭിക്കുന്നത്. നോക്കൂ, നോർത്ത് വെസ്റ്റിൽ നമ്മൾ കണ്ടത് വീറ്റും ബാർലിയുമാണ്. ഇവിടെ എത്തിയപ്പോൾ അത് നെല്ലായി മാറി. ഇതൊരു വലിയ മാറ്റമാണ്. ഇനി ബീഹാറിലെ ചിറണ്ടിലേക്ക് വന്നാൽ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധാരാളമായി മാനിന്റെ കൊമ്പുകൾ, അതായത് ആന്റ്ലർ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണിത്? കാരണം ആ പ്രദേശത്ത് നല്ല ഉറപ്പുള്ള കല്ലുകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവർ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ സാങ്കേതികവിദ്യ ഉണ്ടാക്കിയെടുത്തു. ഇതൊക്കെ മനുഷ്യന്റെ ഒരു അഡാപ്റ്റേഷൻ കപ്പാസിറ്റിയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നേരെ തെക്കോട്ട് സദേൺ ഇന്ത്യയിലേക്ക് വരാം. ഇവിടെ എത്തുമ്പോൾ നിയോലിത്തിക് സംസ്കാരത്തിന്റെ ഫോക്കസ് തന്നെ മാറുകയാണ്. കൃഷിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അവർ കൊടുത്തിരുന്നത് മൃഗപരിപാലനത്തിനായിരുന്നു, അഥവാ പാസ്റ്ററലിസത്തിന്. എന്തുകൊണ്ടായിരിക്കാം ഈ മാറ്റം? പ്രധാന കാരണം ഇവിടുത്തെ ഭൂപ്രകൃതിയാണ്. ഡെക്കൻ പ്ലാറ്റോവിന്റെ വലിയൊരു ഭാഗം വലിയ തോതിലുള്ള കൃഷിക്കത്ര അനുയോജ്യമല്ല. അവിടുത്തെ കാലാവസ്ഥയും പുൽമേടുകളും കന്നുകാലികളെ വളർത്താനാണ് കൂടുതൽ സൗകര്യപ്രദം. അതുകൊണ്ടുതന്നെ അവരുടെ ജീവിതം കന്നുകാലികളെ ചുറ്റിപ്പറ്റിയായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഈ പാസ്റ്റോറൽ ജീവിതത്തിന്റെ ഏറ്റവും വ്യക്തമായ, ഏറ്റവും ശക്തമായ തെളിവാണ് ആഷ് മൗണ്ട്സ്. എന്താണ് ഈ ആഷ് മൗണ്ട്സ്? പിക്ലിഹൽ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ ചാരക്കൂനകൾ കണ്ടെത്തിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഇത് കന്നുകാലികളെ ഒരുമിച്ച് കെട്ടിയിടുന്ന സ്ഥലങ്ങളിൽ, അതായത് കാറ്റിൽ പെൻസിൽ അടിഞ്ഞുകൂടിയ ചാണകം സീസണലായി കത്തിച്ചതിന്റെ ഫലമായി ഉണ്ടായതാണ് എന്നാണ്. ഈ ചാരക്കൂനകളുടെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രം തന്നെ കന്നുകാലികളായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർത്ത് വെസ്റ്റ്, ഗാൻജറ്റിക് പ്ലെയിൻസ്, സദേൺ ഇന്ത്യ എന്നിവിടങ്ങളിലെ പ്രാദേശികമായ പ്രത്യേകതകൾ കണ്ടു. ഇനി നമുക്ക് ഈ കാലഘട്ടത്തെ മൊത്തത്തിൽ നിർവചിക്കുന്ന പൊതുവായ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക്. വാട്ട് ആർ ദ ഹോൾമാർക്സ് ഓഫ് ദി നിയോലിത്തിക് ഏജ്? നമുക്കത് കൃത്യമായി മനസ്സിലാക്കാം. ഈ മാറ്റങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ഒന്നിനു പുറകെ ഒന്നായി വന്നൊരു ശൃംഖലയാണ്, ഒരു ചെയിൻ ഓഫ് കോൺസിക്വൻസസ് എന്ന് പറയാം. ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണെന്നറിയാമോ? ഒരു പുതിയ ടെക്നോളജിയിൽ നിന്നാണ്. മിനുസപ്പെടുത്തിയ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, അതായത് സെൽസ്. ഈ പുതിയ ടൂൾ വന്നതോടെ കാടുകൾ വെട്ടിത്തെളിക്കാൻ എളുപ്പമായി. കാട് തെളിച്ചപ്പോൾ എന്തുണ്ടായി? കൃഷി ചെയ്യാൻ സ്ഥലം കിട്ടി. കൃഷി തുടങ്ങിയപ്പോൾ ആവശ്യത്തിലധികം ഭക്ഷണം, അതായത് ഫുഡ് സർപ്ലസ് ഉണ്ടായി. ഈ അധിക ഭക്ഷണം സൂക്ഷിക്കാൻ എന്തുവേണം? മൺപാത്രങ്ങൾ, പോട്രി വന്നു. ഭക്ഷണം ഒരിടത്ത് തന്നെ കിട്ടാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്തിനലഞ്ഞു നടക്കുന്നത്? അങ്ങനെ സ്ഥിരമായ വാസസ്ഥലങ്ങൾ, പെർമനന്റ് സെറ്റിൽമെന്റ്സ് ഉണ്ടായി. കണ്ടില്ലേ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ആ ടെക്നോളജിയിലേക്ക് ഒന്നുകൂടി വരാം. ഈ യുഗത്തെ നിർവചിക്കുന്ന ഉപകരണമെന്ന് പറയുന്നത് സിൽട്ടാണ്, മിനുസപ്പെടുത്തിയ ഒരു ശിലാക്കോടാലി. പാലിയോലിത്തിക്, മെസോലിത്തിക് കാലഘട്ടത്തിലെ പരുക്കൻ ആയുധങ്ങളിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസമെന്താണ്? ഇത് വെറുതെ കല്ലടർത്തിയെടുത്തുണ്ടാക്കുന്നതല്ല, മറിച്ച് കല്ലുകളെ ഉരച്ചുമിനുക്കി നല്ല മൂർച്ചയുള്ളതും ഉറപ്പുള്ളതുമായ ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടാക്കിയെടുത്തു. ഈ ഒരൊറ്റ ഉപകരണം കൊണ്ടാണ് അവർക്ക് കൃഷിക്ക് വേണ്ടി കാടുകൾ വെട്ടിത്തെളിക്കാൻ സാധിച്ചത്. ഇതൊരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായിരുന്നു. ഇനി സാമ്പത്തികമായ മാറ്റം. ഇതൊരുപക്ഷെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാറ്റമാണ്. മനുഷ്യൻ ഒരു കൺസ്യൂമറിൽ നിന്ന് ഒരു പ്രൊഡ്യൂസറായി മാറി. അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് ശേഖരിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് പ്രകൃതിയെ നിയന്ത്രിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. രാഗി, ഹോർസ് പ്രാം, വീറ്റ്, ബാർലി, ഇങ്ങനെ പലതരം വിളകൾ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ ഏറ്റവും വലിയ ഫലമെന്തായിരുന്നു? ആദ്യമായി മനുഷ്യന് തന്റെ ഭക്ഷണത്തിന്റെ ലഭ്യതയിൽ ഒരു നിയന്ത്രണം വന്നു. പ്രകൃതിയുടെ ദയവിനായി കാത്തുനിൽക്കേണ്ട അവസ്ഥ മാറി. നേരത്തെ പറഞ്ഞ ഫുഡ് സർപ്ലസ്, അതായത് അധികമായി ഉൽപ്പാദിപ്പിച്ച ധാന്യം എവിടെ സൂക്ഷിക്കും? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു മൺപാത്രങ്ങൾ അഥവാ പോട്ടറി. ഇതൊരു ആവശ്യകതയിൽ നിന്നുണ്ടായ കണ്ടുപിടുത്തമാണ്. തുടക്കത്തിൽ കൈകൊണ്ടുണ്ടാക്കിയ ലളിതമായ പാത്രങ്ങളായിരുന്നു. നമ്മൾ ഗ്രേ വെയർ എന്നൊക്കെ പറയും. കാലം കഴിഞ്ഞപ്പോൾ സാങ്കേതികവിദ്യ കുറച്ചുകൂടി മെച്ചപ്പെട്ടു. കൂടുതൽ ഭംഗിയുള്ള, മിനുസമുള്ള ബ്ലാക്ക് ബേണിഷ്ഡ് വെയർ പോലെയുള്ള പാത്രങ്ങൾ അവരുണ്ടാക്കാൻ തുടങ്ങി. ഇത് ധാന്യം സൂക്ഷിക്കാൻ മാത്രമല്ല, ഒരുപക്ഷെ ചില പ്രത്യേക ചടങ്ങുകൾക്കോ അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവസാനമായി സാമൂഹികമായ മാറ്റം. ഒരുപക്ഷെ ഏറ്റവും വിപ്ലവകരമായ മാറ്റം ഇതുതന്നെയാണ്. സെഡന്ററി ലൈഫ് അഥവാ സ്ഥിരതാമസം, അലഞ്ഞുതിരിഞ്ഞുള്ള ജീവിതം അവസാനിച്ചു. മനുഷ്യൻ ചെളിയും പുല്ലുമൊക്കെ ഉപയോഗിച്ച് വീടുകൾ കെട്ടി ഗ്രാമങ്ങളായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പുതിയ നിയമങ്ങൾ വേണം, സഹകരണം വേണം, തൊഴിൽ വിഭജനം വേണം. ഇങ്ങനെയാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന സങ്കീർണമായ മനുഷ്യ സമൂഹങ്ങളുടെയെല്ലാം അടിത്തറ പാകിയത് ഈ മാറ്റമാണ്. അപ്പോൾ നമ്മൾ വിപ്ലവം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മാറ്റം ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്നൊരു പ്രക്രിയയായിരുന്നു ഇത്. പക്ഷേ വളരെ പതിയെ നടന്ന ഈ മാറ്റമാണ് പിന്നീട് വന്ന എല്ലാ നാഗരികതകൾക്കും, നമ്മുടെ ഇന്നത്തെ ജീവിതത്തിനു പോലും അടിത്തറയിട്ടത്. അപ്പോൾ ഈ നീണ്ട ആഴത്തിലുള്ള മാറ്റം മനുഷ്യന്റെ പുരോഗതിയെക്കുറിച്ച് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇതൊന്നാലോചിച്ചു നോക്കാവുന്നതാണ്.